ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസ്റ്റർ അക്കാദമി. മാസ്റ്റർ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടൈലർ ആൻഡ് മക്ലോറൻ സീരീസിനെ കുറിച്ചാണ്. ഓക്കെ, ടൈലർ ആൻഡ് മക്ലോറൻ സീരീസ്. അപ്പോൾ എന്താണ് ടൈലർ സീരീസ് എന്നും മക്ലോറൻ സീരീസ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ എന്തിനാണ് ടൈലർ സീരീസ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടൈലർ സീരീസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു ഫംഗ്ഷനെ ഇൻഫൈനൈറ്റ് ടേംസ് ഉള്ള മറ്റൊരു ഫംഗ്ഷനാക്കി എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ടൈലർ സീരീസ് ഉപയോഗിക്കുന്നത്. ഒരു ഫംഗ്ഷനെ ഇൻഫൈനൈറ്റ് ടേംസ് ഉള്ള മറ്റൊരു ഫംഗ്ഷനാക്കി എഴുതുന്നതിന് വേണ്ടി. എനിക്ക് തന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്, ഇതൊരു ഫംഗ്ഷനാണ്. എന്നാൽ ഇപ്പുറത്ത് നോക്കിയാൽ കാണാം ഈ കാണുന്നതൊക്കെ വേറൊരു ഫംഗ്ഷൻ്റെ ഓരോ ടേംസ് ആണ്. ഓക്കെ, അതായത് എനിക്ക് തന്ന എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനെ ഇൻഫൈനൈറ്റ് ടേംസ് ഉള്ള മറ്റൊരു ഫംഗ്ഷനൊക്കെ ഞാൻ എഴുതി യൂസിങ് ടൈലർ സീരീസ് ഉപയോഗിച്ച്. ഓക്കെ, ഇങ്ങനെ മാറ്റി എഴുതുന്നതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് തന്ന ഫംഗ്ഷനായ എഫ് ഓഫ് എക്സിനെ ഒരു പോയിന്റിൽ, ഇവിടെ ഞാൻ എടുക്കുന്ന എക്സ് ഈസ് ഇക്വൽ ടു എക്സ് നോട്ട് എന്ന പോയിന്റാണ്, ഏതെങ്കിലും ഒരു പോയിന്റ് തന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ സെൻറ്റർ ചെയ്യിക്കുന്നു. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് എന്ന തന്ന ഫംഗ്ഷനെ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന പോയിന്റിൽ സെൻറ്റർ ചെയ്യിച്ചുകൊണ്ട് എഫ് ഓഫ് എക്സിനെ ഞാൻ ഇൻഫൈനൈറ്റ് ടേംസ് ഉള്ള മറ്റൊരു ഫംഗ്ഷനാക്കി എഴുതാം. തന്ന എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനെ എക്സ് നോട്ട് എന്ന പോയിന്റിൽ സെൻറ്റർ ചെയ്യിച്ചുകൊണ്ട് എഫ് ഓഫ് എക്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫംഗ്ഷനാക്കി എഴുതുന്നു ഞാൻ, വിത്ത് ഇൻഫൈനൈറ്റ് ടേംസ് ഉള്ള മറ്റൊരു ഫംഗ്ഷനാക്കി എഴുതുന്നു. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനെ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന പോയിന്റിൽ ഞാൻ സെൻറ്റർ ചെയ്യിച്ചുകൊണ്ട് എഫ് ഓഫ് എക്സിനെ അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇൻഫൈനൈറ്റ് ടേംസ് ഉള്ള മറ്റൊരു ഫംഗ്ഷനാക്കി എഴുതുന്നു. അതാണ് നിങ്ങളിവിടെ കണ്ടത്. ഓക്കെ, അതിനുപയോഗിക്കുന്ന ഇക്വേഷനാണ് ഇത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന പോയിന്റ്. ഓക്കെ, പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഈ പോയിന്റ് ഏത് പോയിന്റിലാണ് സെൻറ്റർ ചെയ്യിക്കുന്നത് ആ പോയിന്റ് എക്സ് മൈനസ് ദാറ്റ് പോയിന്റ് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് വിച്ച് പോയിന്റ് എക്സ് നോട്ട്. ഓക്കെ, എക്സ് നോട്ട് റേസ് ടു പവർ 2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നിങ്ങളെന്താ ഒരു ഫംഗ്ഷൻ തന്നെ നിങ്ങൾ എന്തൊക്കെ കാണണം? ആദ്യം എഫ് ഓഫ് എക്സ് നിങ്ങൾക്ക് തന്നിട്ടായിരിക്കും. പിന്നെ നിങ്ങൾ എഫ് ഡാഷ് ഓഫ് എക്സ് കാണുന്നു, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണുന്നു, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് കാണുന്നു. എന്നിട്ട് ആ എക്സിൻ്റെ പകരം ഏത് പോയിന്റിലാണോ ഫംഗ്ഷൻ സെൻറ്റർ ചെയ്യിക്കുന്നത്, ഇവിടെ ഞാൻ എക്സ് നോട്ട് എന്ന പോയിന്റിലായിരുന്നു, ആ വാല്യൂ ഇട്ട് കൊടുക്കുക. അതായത് നിങ്ങൾ എഫ് ഓഫ് എക്സ് നോട്ട് കാണണം, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് കാണണം, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് കാണണം, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് കാണണം, ആൻഡ് എക്സെട്ര. ഓക്കെ, അതാണ് ടൈലർ സീരീസ്. അതായത് എനിക്ക് തന്ന എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനെ ഇൻഫൈനൈറ്റ് ടേംസ് ഉള്ള മറ്റൊരു ഫംഗ്ഷനാക്കി ഞാൻ മാറ്റി എഴുതി. പക്ഷേ ഈ ടൈലർ സീരീസ് കൊണ്ട് എനിക്ക് എന്താ ഉപയോഗമുള്ളത്? അതിനു മുൻപ് ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഈ തന്ന ടൈലർ സീരീസിനെ ഈ ഫംഗ്ഷനെ ഞാൻ സമ്മേഷൻ നൊട്ടേഷൻ വെച്ചൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി f dash f nth derivative of f at x naught, nth derivative of function f at x naught, അതായത് സെൻറ്റർ ചെയ്ത പോയിന്റിൽ ഇൻറ്റു എക്സ് മൈനസ് ആ സെൻറ്റർ ചെയ്ത പോയിന്റ് എക്സ് നോട്ട് റേസ് ടു പവർ n. ഓക്കെ, nth ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. ഓക്കെ, അതായത് ഈ ഫംഗ്ഷനെ ഞാൻ ഇതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇൻഫൈനൈറ്റ് ടേംസുള്ള മറ്റൊരു ഫംഗ്ഷനാക്കി എഴുതി. ആ ഫംഗ്ഷനെ ഞാൻ സമ്മേഷൻ നൊട്ടേഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. അതായത് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി nth ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ f അറ്റ് എക്സ് നോട്ട്, ആ പോയിന്റ് സെൻറ്റർ ഇരിക്കുന്ന പോയിന്റിൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് റേസ് ടു പവർ n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. ഇനി ഞാൻ പറയുന്നത് ടൈലർ സീരീസ് കൊണ്ട് നമുക്കെന്താ ഉപയോഗമുള്ളതെന്ന്. ഈ സമ്മേഷൻ നൊട്ടേഷനിലെ നിങ്ങളൊന്ന് നോക്കിയേ, ഇതിലെ ഈ ടേം കാണുമ്പോൾ ദിസ് ടേം എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ റേസ് പവർ n, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോടാ? ഞാൻ അതിനൊന്നും കൂടി മാറ്റി എഴുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതായത് ഈ ടേമിനെ ഇതിനെ ഞാൻ an എന്ന് വിളിക്കുന്നു, an. എന്നിട്ട് ഞാൻ അതിനൊന്ന് മാറ്റി എഴുതിയാലോ, സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് റേസ് ടു പവർ n. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എടാ, ഇത് പവർ സീരീസ് അല്ലടാ, ഒരു പവർ സീരീസിൻ്റെ ജനറൽ ഫോർമാറ്റ് അല്ലേടാ അത്. ഓക്കെ, പവർ സീരീസിൻ്റെ ജനറൽ ഫോർമാറ്റ്. അപ്പോൾ എനിക്കെന്ത് പറയാം? ടൈലർ സീരീസ് ഉപയോഗിച്ച് ഒരു ഫംഗ്ഷനെ അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പവർ സീരീസ് ആയിട്ട് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും.
എഫ് ഓഫ് എക്സ് എന്ന തന്ന ഫംഗ്ഷനെ ഞാൻ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന പോയിന്റിൽ സെൻറ്റർ ചെയ്യിച്ചുകൊണ്ട് എഫ് ഓഫ് എക്സിനെ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പവർ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ എനിക്ക് ടൈലർ സീരീസ് ഉപയോഗിച്ച് പറ്റും. പക്ഷെ അതുകൊണ്ട് എനിക്കെന്താ ഗുണമല്ലേ? അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഇതിനു മുൻപ് ഒരു ഇൻഫൈനൈറ്റ് സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ഒരുപാട് ടെസ്റ്റുകൾ പഠിച്ചിരുന്നു. ഓക്കെ, പക്ഷേ ആ ടെസ്റ്റുകൾ എല്ലാ ഫംഗ്ഷൻസിനും അപ്ലിക്കബിൾ അല്ല. അതായത് ആ ടെസ്റ്റുകൾ ഉപയോഗിച്ച് എല്ലാ ഫംഗ്ഷൻസും കൺവേർജൻ ആണോ ഡൈവേർജൻ ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഈ ടൈലർ സീരീസിൻ്റെ പ്രസക്തി വരുന്നത്. കാരണം എന്താ, അത്തരം ഫംഗ്ഷൻസിനെയും അല്ലാത്ത ഫംഗ്ഷൻസിനെയും ഏതൊരു ഫംഗ്ഷനെയും പറ്റിയും നമ്മൾ മെയിനായിട്ട് നോക്കുന്ന അത്തരം ഫംഗ്ഷൻസിനെയാണ്. അതായത് മറ്റ് ടെസ്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് പറയാൻ പറ്റാത്ത ഫംഗ്ഷൻസിനെ ടൈലർ സീരീസ് ഉപയോഗിച്ച് നമ്മൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പവർ സീരീസ് ആയിട്ട് മാറ്റും യൂസിങ് ദിസ് ഫോർമുല. ഓക്കെ, അങ്ങനെ പവർ സീരീസ് ആയിട്ട് ഞാൻ മാറ്റി. ഒരു പവർ സീരീസ് കൺവേർജൻ ആണോ ഡൈവേർജൻ ആണോ ചെക്ക് ചെയ്യാൻ എനിക്കറിയാലോ. എങ്ങനെ? റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച്. ഓക്കെ, അതാണ് ഈ ടൈലർ സീരീസിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ മറ്റ് ടെസ്റ്റുകൾ ഉപയോഗിച്ച് കൺവേർജൻ ആണോ ഡൈവേർജൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷൻസിനെ ടൈലർ സീരീസ് ഉപയോഗിച്ച് എനിക്ക് അതിനോട് ഇക്വലൻ്റ് ആയിട്ടൊരു പവർ സീരീസ് ആയിട്ട് മാറ്റാൻ പറ്റും. ആ പവർ സീരീസിനെ ഞാൻ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് എനിക്ക് കൺവേർജൻ ആണോ ഡൈവേർജൻ ആണോ ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് തന്ന ഫംഗ്ഷൻ കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് എനിക്ക് ടൈലർ സീരീസ് ഉപയോഗിക്കാം. ഓക്കെ, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് മക്ലോറൻ സീരീസിനെ കുറിച്ചാണ്. ഒന്നുമില്ല, മക്ലോറൻ സീരീസ് ടൈലർ സീരീസിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, മക്ലോറൻ സീരീസ് ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇതിനെയും ഇതിന് മുകളിലത്തെ ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഈ എക്സ് നോട്ട് എന്ന പോയിന്റിന് പകരം 0 ആണ് അല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മക്ലോറൻ സീരീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ടൈലർ സീരീസ്. സ്പെഷ്യൽ കേസ് ഓഫ് ടൈലർ സീരീസ് ആണത്. എന്താ സ്പെഷ്യൽ കേസ്? ഒന്നുമില്ല, ഇവിടെ എക്സ് നോട്ട് എന്ന പോയിന്റ് 0 ആണ്. എനിക്ക് ഇതൊന്നും കമ്പയർ ചെയ്താൽ മനസ്സിലാവും. അതായത് മക്ലോറൻ സീരീസിൽ ആ ഫംഗ്ഷനെ നമ്മൾ സെൻറ്റർ ചെയ്യിക്കുന്നത് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന പോയിന്റിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ സമ്മേഷൻ നൊട്ടേഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക? സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി nth ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട് അല്ല, അവിടെ എക്സ് നോട്ട് 0 ആണ്. അപ്പോൾ nth ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് സീറോ എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എക്സ് റേസ് ടു പവർ n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. ഓക്കെ, ഇതാണ് മക്ലോറൻ സീരീസ്. അതായത് ഇവിടെ സെൻറ്റർ അയക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 0 ആണ്. എളുപ്പമല്ലേ? ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ടൈലർ സീരീസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ടൈലർ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനെ, എനിക്ക് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനെ എക്സ് നോട്ട് എന്ന പോയിന്റിൽ സെൻറ്റർ ചെയ്യിച്ചുകൊണ്ട് അതിനെ ഈ എഫ് ഓഫ് എക്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പവർ സീരീസ് ആയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, പവർ സീരീസ് ആയിട്ട് മാറ്റാൻ പറ്റും. ആ പവർ സീരീസിനെ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യുന്നതിലൂടെ ഈ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനും എനിക്ക് എന്താണ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ടൈലർ സീരീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.